നമസ്കാരം. നമസ്തേ. ഇന്ത്യ നാവികരകരമായിട്ട് ഒരുപാട് മുന്നേറിയിട്ടുള്ളതാണ്. ഇപ്പം അതിനിടയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് കപ്പൽ വേധക ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യ പരീക്ഷിച്ച് അത് വിജയകരമായി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. നമ്മൾ ഈ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യുഎസിന്, അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്നെ ആശങ്ക ഉളവാക്കുന്നതും അതേസമയം തന്നെ വളരെയധികം സന്തോഷം തരുന്ന ഒന്ന് തന്നെ. കാരണം ചൈനയുമായുള്ള പോരാട്ടത്തിൽ ഈ തരത്തിൽ അമേരിക്കക്ക് ഇന്ത്യയുടെ പിന്തുണ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുമ്പോട്ട് വരികയാണെങ്കിൽ അത് വളരെയധികം ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് വരും. പക്ഷെ മറുസമയത്ത് ഈ പറഞ്ഞ അമേരിക്ക ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് അമേരിക്കയുടെ യഥാർത്ഥ നിലപാട് ഇന്ത്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുമ്പോൾ? സമുദ്രത്തിലെ മേൽക്കോയ്മ, അതിനുവേണ്ടി അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു കനത്ത പോരാട്ടത്തിലാണ് ഇപ്പോഴും. ഇതില് മൊത്തം കപ്പലുകളുടെ എണ്ണത്തിൽ, യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ അമേരിക്ക ചൈന മറികടന്നു കഴിഞ്ഞു. അതായത് അമേരിക്കയ്ക്ക് ഉള്ളതിനേക്കാൾ യുദ്ധക്കപ്പലുകൾ, അത് ഡിസ്ട്രോയർ ആകട്ടെ, ഫ്രിഗേറ്റ് ആകട്ടെ, കോർവെറ്റുകളാകട്ടെ, ആ മൂന്ന് ക്ലാസ്സിലും എല്ലാം തന്നെ ചൈനയ്ക്ക് അമേരിക്കയെക്കാൾ നമ്പർ കൂടുതലുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് ചൈനയ്ക്ക് എണ്ണത്തിൽ കുറവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയ്ക്ക് തന്നെയാണ്. 11ഓളം വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയ്ക്കുണ്ട്. അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് പലതും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഇന്ത്യയുടെ ഒരു കുതിപ്പ് അമേരിക്ക വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്. ഈ കുതിപ്പ് അമേരിക്കയ്ക്ക് ഒരു ആശ്വാസമാണെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പക്ഷെ മറുഭാഗത്ത് ഈ ചൈന മാറിയിട്ട് ഇന്ത്യ ഒരു ശക്തിയായാലും അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. അത് വേറൊരു തരത്തിൽ അമേരിക്കയെ അലട്ടുന്നു. പക്ഷെ എന്നിരുന്നാലും താൽക്കാലികമായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ വളർച്ച ഒരു ആശ്വാസമായിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ ഈ നിരീക്ഷകര്, പ്രത്യേകിച്ച് പ്രതിരോധ അല്ലെങ്കിൽ നയതന്ത്ര മേഖലയിലുള്ള നിരീക്ഷകര് പറയുന്നത്. ഇവിടെ ചൈനയുടെ കടലിലെ ആധിപത്യത്തിനായിട്ട് രണ്ട് തരത്തിലുള്ള ഒരു സമീപനമാണ് ഇന്ത്യയുടെ ചൈനയുടെ. ശത്രുക്കളുടെ കപ്പലുകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ചൈനയുടെ ഒരു തന്ത്രം, അവര് ഈ കാരിയർ കില്ലർ അല്ലെങ്കിൽ ഡിസ്ട്രോയർ, അതുപോലെ വലിയ കപ്പലുകളെ നശിപ്പിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകൾ അത് വികസിപ്പിച്ചിട്ടാണ് ചൈന ആ മേഖലയിൽ ഒരു മുന്നേറ്റം നടത്തിയത്. DF-21D, അതുപോലെ DF-26 തുടങ്ങിയ ഒരു കാരിയർ കില്ലർ എന്ന് ചൈന വിളിക്കുന്ന മിസൈലുകൾ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിക്ക് ഇപ്പോൾ ഓപ്പറേഷനിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്തരം മിസൈലുകളുടെ വികാസം അതുപോലെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവര് കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പല ഈ ഫിഷിംഗ് ബോട്ടുകളും, പുറത്തുനിന്ന് ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നും, പക്ഷെ അതൊക്കെ തന്നെ ചെറിയ യുദ്ധക്കപ്പലുകളാണ്. അതിന്റെ ഒരു സംഖ്യ കൂട്ടുക. പണ്ട് തന്നെ ചൈന എപ്പോഴും ഊന്നിയിരുന്ന ഒരു യുദ്ധ ഡോക്ട്രിനാണ് ഹ്യൂമൻ വേവ് തിയറി എന്ന് പറയും. അതായത് തിരമാലകൾ പോലെ പട്ടാളക്കാര് ഇങ്ങനെ ശത്രു രാജ്യത്തേക്ക് കയറി പോവുക. ആദ്യത്തെ കുറെ പേരെ അങ്ങ് മരിച്ചു പോയാലും പുറകെ വരുന്നവര് മറ്റേ രാജ്യം പിടിച്ചെടുക്കും. കാരണം ചൈനയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ്, മേൽക്കൈയാണ് ചൈനയുടെ ജനസംഖ്യ. അതായത് അമേരിക്കയ്ക്ക് ഒരു 1000 ഭടന്മാര് മരിച്ചുപോയ അമേരിക്ക പ്രസിഡന്റിന് ജോലി നഷ്ടപ്പെടും. പക്ഷെ ഒരു 10,000 ചൈനീസ് പട്ടാളക്കാർ മരിച്ചാലും ചൈനയ്ക്കൊന്നും ഇല്ല എന്നുള്ള ഒരു തരം ആത്മവിശ്വാസമാണ് ചൈന ഈ ഹ്യൂമൻ വേവ് തിയറിയൊക്കെ പഴയ കാലത്ത് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴ് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയും ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ ഭീമാകാരമായ സൈന്യമാണ്, അല്ലെങ്കിൽ അത് കരസേനയായാലും വ്യോമസേനയായാലും നാവികസേനയായാലും ചൈനയുടേത്. അങ്ങനെയുള്ള ഒരു തന്ത്രത്തെ ഇന്ത്യ നേരിടുന്നത് വ്യത്യസ്തമായ തന്ത്രം ഉപയോഗിച്ചു. ഇന്ത്യ കാരിയർ കില്ലർ ബാലിസ്റ്റിക് മിസൈലുകളെ അല്ല ആശ്രയിക്കുന്നത്. പകരം ഇന്ത്യ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, ഈ അടുത്ത കാലത്തെ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇതിന്റെ റേഞ്ച്, അതായത് LRASHM എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ മിസൈലിന്റെ റേഞ്ച് 1500 കിലോമീറ്റർ ആണ്. 1000 കിലോമീറ്റർ ഉള്ള ഒരു കപ്പൽ വേധ മിസൈല്, അത് വളരെ കാര്യക്ഷമതയുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആയിട്ടാണ് ലോകം ഇന്ന് അംഗീകരിക്കുന്നത്. അമേരിക്കയുടെ തിയറിയാണ് ഞാൻ പറയുന്നത്. 1000 കിലോമീറ്റർ ദൂരപരിധി സഞ്ചരിക്കാൻ, 1000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ശത്രുവിന്റെ കപ്പലിനെ
നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രെഡിബിൾ ഡിറ്ററൻസ് ആണ്. അതായത് വിശ്വസനീയമായ ഒരു പ്രതിരോധം. ഇത്ര ദൂരം നിന്നോട്ട് വിക്ഷേപിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ കപ്പലിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ശത്രുവിന് ഇതൊരു ഭീഷണിയാണ്. പക്ഷെ ഇന്ത്യയുടേത് ഒരു പടി കൂടി കടന്ന് 1500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈല്, ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈല് നിശ്ചയമായിട്ടും അത് ചൈനയല്ല, ചൈനയുടെ അപ്പൂപ്പനെ വേണേലും പേടിപ്പിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ഒരു ഭാഗത്ത് അത് ഓപ്പറേഷനിലായിട്ടില്ല, പക്ഷെ അത് വിജയകരമായി 2-3 പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചു. ഇനി അത് നിർമ്മാണവും യൂസർ ട്രയലിലേക്കും കടക്കുകയാണ്. ലിമിറ്റഡ് നമ്പർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അത് യൂസർ ട്രയലുകളൊക്കെ പുരോഗമിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. മറ്റൊന്ന് ഹൈപ്പർസോണിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് ആന്റിഷിപ്പ് ബ്രഹ്മോസ് മിസൈലാണ്. അതും വലിയൊരു നേട്ടമാണ് ഇന്ത്യയുടേത്. കാരണം സൂപ്പർസോണിക് മിസൈലിനെയും തടുക്കാൻ പറ്റുന്ന ഒരു ഒരു മിസൈൽ ഡിഫൻസ് ഇന്നില്ല. അപ്പോ ബ്രഹ്മോസ് എന്ന് പറയുന്നത് യുദ്ധത്തിൽ ഉപയോഗിച്ച് അതിന്റെ കഴിവ് തെളിയിക്കപ്പെട്ട, ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെ ഉപയോഗിച്ച് കഴിവ് തെളിയിക്കപ്പെട്ട ഒരു മിസൈലാണ്. ആ ബ്രഹ്മോസ് മിസൈല് ഇന്ന് ഇന്ത്യ മാത്രമല്ല, ഇന്തോനേഷ്യ, വിയറ്റ്നാം, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ്, ഇവരെല്ലാം, ഈ രാജ്യങ്ങൾക്കെല്ലാം അത് വേണം. ഫിലിപ്പൈൻസും വിയറ്റ്നാമും ഇപ്പോൾ തന്നെ അത് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യക്ക് അത് വിൽക്കാനുള്ള ചർച്ചകളെല്ലാം പുരോഗമിക്കുകയാണ്. അപ്പോൾ ലോകമെമ്പാടും, അതായത് UAE പോലും ബ്രഹ്മോസ് മിസൈല് അവരത് താല്പര്യം പ്രകടിപ്പിക്കുകയും ചർച്ച പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ അത് വിൽക്കാനുള്ള ഒരു തീരുമാനം മാത്രം മതി, അത് വാങ്ങിക്കാൻ ആളണം. അതൊരു ഭാഗത്ത്. ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്നത് ദീർഘദൂര മിസൈലാണ്. അതായത് നമ്മൾ വിൽക്കുന്നത് വെറും 290 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ആണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ കൈവശം ഉള്ളത് 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള കപ്പൽവേധ ബ്രഹ്മോസ്, 700 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതുകൊണ്ട് ഈ 2 മിസൈലുകളും നമ്മുടെ കൈവശമുണ്ട്. അതും തീർച്ചയായിട്ടും ചൈനയ്ക്ക് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധം. ഇത് കൂടാതെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന്റെ ഒരു ആയുധവൽക്കരണം, അതിന്റെ ഒരു വെപ്പണൈസേഷൻ, ആ വെപ്പണൈസേഷൻ നിശ്ചയമായിട്ടും മലാക്ക കടലിടുക്കിനെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് ഇന്ന് ശേഷിയുണ്ടെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ ഈ ഒരു മാരിടൈം സെക്ടറിൽ, സമുദ്രമേഖലയിൽ ഇന്ത്യ കൈവരിച്ച ഈ ഒരു ശക്തി, ഇന്ത്യൻ നാവികസേനയുടെ ഈ ഒരു വളർച്ച, അത് അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ നിന്ന് മാറിയിട്ട് ചൈനയെ വെസ്റ്റേൺ പസഫിക്കിലും അതുപോലെ സൗത്ത് ചൈന സീയിലും ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സാവകാശം കൊടുത്തു. കാരണം അമേരിക്കയ്ക്ക് ഇപ്പൊ ഈ മേഖല നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തെ അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട. കാരണം ഇവിടെ ചൈനയെ തടുക്കാൻ ശേഷി ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അപ്പൊ അമേരിക്കയുടെ ഊന്നൽ അമേരിക്കയ്ക്ക് ദക്ഷിണ ചൈന കടലിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ പസഫിക്കിലും അമേരിക്കയ്ക്ക് കൂടുതൽ ശ്രദ്ധയൂന്നുകയും ചൈനയെ കാര്യക്ഷമതയോടുകൂടി, കൂടുതൽ കാര്യക്ഷമമായിട്ട്, ഇഫക്റ്റീവായിട്ട് ചൈനയെ പ്രതിരോധിക്കാൻ ഇവർക്ക് പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ഒരു വലിയ നേട്ടമായിട്ട് അമേരിക്ക കാണും. ഇനി അമേരിക്ക ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴും അമേരിക്കയ്ക്ക് ആശങ്കയുമുണ്ട്. കാരണം ഹൈപ്പർസോണിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളുമുള്ള ഇന്ത്യൻ നേവി, അത് ചൈനീസ് നേവിക്ക് നേരെ മാത്രമല്ലല്ലോ പ്രയോഗിക്കാൻ പറ്റുന്നത്, അമേരിക്കൻ കപ്പലിന് നേരെ വേണമെങ്കിലും ഇന്ത്യക്ക് അത് പ്രയോഗിക്കാം. അമേരിക്കയെ സംബന്ധിച്ച അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു ഭീഷണിയുമാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ അത് അമേരിക്കയെ അലോസരപ്പെടുത്തുന്നു. പക്ഷെ അമേരിക്ക തൽക്കാലത്തേക്ക് അതിനൊരു ബദലായിട്ടാണ് ക്വാഡ് എന്ന ഒരു മിലിറ്ററി അലയൻസിനെ കാണുന്നത്. ക്വാഡ് എന്ന അലയൻസ് സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ ഇന്ത്യ അമേരിക്കയോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ, പിന്നെ ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ, അതായത് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് ബേ ഓഫ് ബംഗാളിലുള്ള തുറക്കുന്ന ഇന്ത്യയുടെ തുറമുഖങ്ങളുണ്ട്. അതായത് ഇപ്പൊ വിശാഖപട്ടണം, മുഖ്യമായിട്ട് വിശാഖപട്ടണം, അല്ലെങ്കിൽ എണ്ണൂർ പോർട്ട്, ചെന്നൈയിലെ പോർട്ടുകൾ, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരവസരം, ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം, അറ്റകുറ്റപ്പണിക്കൊക്കെ അമേരിക്കയ്ക്ക് ഒരു അനുവാദമുണ്ട്. അപ്പൊ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ചൈനയെ നേരിടുമ്പോൾ അമേരിക്കയ്ക്ക് ഇതൊക്കെ എപ്പോഴും അമേരിക്കയ്ക്ക് പ്രയോജനപ്രദമായിരിക്കും. അതുപോലെ തന്നെ ക്വാഡ് എന്ന സംവിധാനം രൂപപ്പെടുമ്പോൾ ഇന്ത്യ മാത്രമല്ല ക്വാഡില്, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക,
ഈ 4 രാജ്യങ്ങളും കൂടെ ഉൾപ്പെടുമ്പോൾ ജപ്പാൻ അമേരിക്കയുടെ ഒരു കാലം തെളിയിച്ച ഒരു സുഹൃത്താണ് ഇപ്പോഴും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവർ ശത്രുക്കളായിരുന്നു. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചു. അതിനെ തുടർന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് ജപ്പാനിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ആയുധങ്ങൾ പ്രയോഗിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജപ്പാനും അമേരിക്കയും വലിയ സഖ്യരാഷ്ട്രങ്ങളാണ്. പക്ഷെ ഈ സഖ്യരാഷ്ട്രങ്ങളാണെങ്കിൽ അതുപോലെ ചൈനയും ജപ്പാനും തമ്മിൽ പരമ്പരാഗത വൈരികളാണ്. അത് ഒരു 500,000 കൊല്ലമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയ ചരിത്രമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അലയൻസ് അത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരു വലിയ ആശ്വാസം. ക്വാഡ് അമേരിക്കയുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമല്ല എന്നോടാണ് ഈ വിശകലനത്തിൽ നിന്നും തിരിച്ചറിയുന്നത്. പിന്നീട് അമേരിക്ക മറ്റൊരു കാര്യം ഇപ്പോൾ തിരിച്ചറിയുന്നത്, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 വിമാനവാഹിനി കപ്പലുകളുടെ പ്രയോജനമാണ്. കാരണം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മിസൈലുകൾ ഒരു 1000-2000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ, അത്തരം ഒരു ഒറ്റ മിസൈൽ വിട്ടാൽ മതി, ഇതുവഴിയുള്ള ഗതാഗതം പിന്നീട് നടക്കില്ല. ഒറ്റ ട്രാൻസ്പോർട്ട് ഷിപ്പും പിന്നെ പോയില്ല. നമുക്കറിയാം ഇപ്പം ഇറാന്റെ കൈവശം ഇത്തരം ആയുധങ്ങളൊന്നുമില്ല. എന്നിട്ടും വെറും അൺമാൻഡ് സർഫസ് വെസലും മോസ്കിറ്റോ ഫ്ലീറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇറാന് ഹോർമുസിലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലും സൂപ്പർസോണിക് മിസൈലും അതുപോലെ തന്നെ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലും ഒക്കെ ഉള്ള ഇന്ത്യക്ക് നിസ്സാരമായിട്ട് ലക്ഷദ്വീപ് വഴി മലാക്ക കടലിടുക്കിലൂടെയൊക്കെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്താം. ഇത് ചൈനയുടെ 70% ട്രാൻസ്പോർട്ടിങ് നടത്തുന്നത് മലാക്ക സ്ട്രൈറ്റ്സിലൂടെയാണ്. ഇപ്പൊ ചൈനയ്ക്ക് പിന്നീട് പൂർണ്ണമായിട്ടും പസഫിക് വഴി ഉള്ള മാർഗം നോക്കേണ്ട വരും. അവിടെ അമേരിക്ക ശക്തവുമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള തന്ത്രപരമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി മറ്റൊരു വിഷയം, ഇന്ത്യയുടെ ഒരു മെച്ചപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം. ഇന്ത്യ ഇപ്പോൾ കടലിലൂടെ ഒരു സെൻസർ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ്. അതിനുള്ള തുടക്കമായി കഴിഞ്ഞു. അതിന് സ്ഥാപിക്കാനുള്ള സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടിയാണ് അത് സ്ഥാപിക്കുന്നത്. പിന്നെ തീരപ്രദേശത്തുള്ള നമ്മുടെ റഡാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, പിന്നീട് ISR അതായത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഡ്രോണുകൾ, ഇപ്പം നമ്മുടെ പ്രെഡേറ്റർ MQ-9 ഡ്രോൺ ഉണ്ട്, അതുപോലെ പൊസൈഡൺ P-8 വിമാനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ആന്റി സബ്മറൈൻ വാർഫെയറിനോടൊപ്പം തന്നെ നിരീക്ഷണം നടത്തുന്നവയാണ്. ദൈനംദിന അടിസ്ഥാനത്തിൽ ഇവ എല്ലാ മുക്കും മൂലയും, കടലിന്റെ എല്ലാ മുക്കും മൂലയും ഇപ്പോൾ അരിച്ചു പെറുക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ഒരു നിരീക്ഷണ സംവിധാനത്തിലൂടെയുള്ള ഇൻഫർമേഷൻ ഷെയറിങ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ വിലയുള്ളതാണ്, വലിയ വാല്യുബിളാണ്, മൂല്യമുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഒരു ഭാഗത്ത് ഇന്ത്യയെ കൊണ്ടുള്ള പ്രയോജനം, മറുഭാഗത്ത് ഇന്ത്യയോടുള്ള ഭയം. ഈ രണ്ട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സ്ഥിതിയിലാണ് ഇന്ത്യയുടെ വളർന്നു വരുന്ന നാവിക ശക്തിയുടെ വിഷയം അമേരിക്ക കാണുന്നത്. എന്തായാലും ശരി, തൽക്കാലത്തേക്ക് ഇത് അമേരിക്കയ്ക്ക് ദോഷകരമല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അമേരിക്കയുടെ പ്രതിരോധ വിദഗ്ധർ. വരും ദിവസങ്ങളിൽ അവര് ക്വാഡ് സംവിധാനം ശക്തിപ്പെടുത്താം. അതല്ലെങ്കിൽ അവർ ആലോചിക്കുന്നത് ഈ ബലിസ്റ്റിക് മിസൈൽ ട്രീറ്റി അല്ലെങ്കിൽ അത്തരം ട്രീറ്റികൾ പോലെ, അല്ലെങ്കിൽ ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഉണ്ടല്ലോ, അതായത് അണ്വായുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് കൈവശപ്പെടുത്താൻ പറ്റില്ല, അതുപോലെ ഹൈപ്പർസോണിക് മിസൈലിന്റെ കാര്യത്തിലും അത്തരം ഒരു ലോക ട്രീറ്റി കൊണ്ടുവരാനൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. കാരണം ഹൈപ്പർസോണിക് മിസൈലുകൾ ഒരുപാട് രാജ്യങ്ങളുടെ കൈവശത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് അത് നിശ്ചയമായിട്ടും അതൊരു പേടിയുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഇപ്പോൾ തന്നെ ഹൈപ്പർസോണിക് ക്യാപ്പബിലിറ്റി കൈവരിച്ചിരുന്നു. ഒരു മിസൈലിന്റെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ എല്ലാത്തരം മിസൈലുകളുടെ കാര്യത്തിലും സ്വയം പര്യാപ്തമാണ് ആയിരുന്നെങ്കിലും ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് അത്ര ഒരു മുന്നേറ്റമില്ലായിരുന്നു. പക്ഷെ ഈ അടുത്ത സമയത്ത് നമ്മൾ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ നമ്മൾ വിജയകരമായി പലവട്ടം പരീക്ഷിച്ചു. അത് കാനിസ്റ്ററിലാക്കി കഴിഞ്ഞു. അതിന്റെ കപ്പൽ വേധ ഒരു കാറ്റഗറിയും ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അത് ആകാശത്തുനിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മിസൈലും ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയുടെ കപ്പലുകളുടെ ആക്രമണ ശേഷി 3 തരത്തിലുള്ള മിസൈലുകളായിട്ട് മാറുകയാണ്. ഒന്ന് ഹൈപ്പർസോണിക്, രണ്ടാമത്
സൂപ്പർസോണിക്, മറ്റത് ലോങ് റേഞ്ച് സബ്സോണിക്. അങ്ങനെ 3 തരത്തിലുള്ള മിസൈലുകളുടെ ഒരു വർഷം നടത്താൻ അതുപോലെ തന്നെ ആന്റിഷിപ്പ് ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻ. തീർച്ചയായിട്ടും അമേരിക്ക പിന്നെ ഒന്ന് ഭയക്കുന്നതിൽ അത്ഭുതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഒരു ഡബിൾ ഗെയിം നാവിക മേഖലയിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.